വളരെ സ്പൈസിയും നല്ല സോസിയുമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് പ്രോൺ ഡൈനമൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രോൺ ഡൈനമൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ പ്രോൺ ഡൈനമൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രോൺസ് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് 250 ഗ്രാം ക്ലീൻഡ് പ്രോൺസ് ആണ്. അതായത് 1/2 കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 250 ഗ്രാം ക്ലീൻ പ്രോൺസ് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ നിറച്ച് ചതച്ച വെളുത്തുള്ളി, ഇതിന് പകരം ഗാർലിക് പൗഡർ ഇട്ടാലും മതി, ഒരു 1.5 ടീസ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ ലെവൽ സോൾട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പാപ്രിക്ക പൗഡർ ഇടാനുണ്ട്. കുറച്ച് പാപ്രിക്ക പൗഡർ ചേർക്കാം. പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർക്കാം. മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് അരപ്പ് പിടിക്കാനായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. പ്രോൺസ് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡൈനമൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഡൈനമൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് മയണൈസ് ആണ്. മയണൈസ് ഒരു 4.5 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇത് സിറാച്ച സോസ് ആണ്, അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ച പോലെ സിറാച്ച സോസ് കയ്യിലില്ലെങ്കിൽ ഒരു ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഉപയോഗിക്കാം. സിറാച്ച സോസ് നമ്മൾ ചേർത്തു 2 ടേബിൾ സ്പൂൺ. അതില്ലെങ്കിൽ അതിന് പകരം ചില്ലി സോസ് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്വീറ്റ് ചില്ലി സോസാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ. കൂടാതെ 1 ടീസ്പൂൺ ഹണി, 1 ടീസ്പൂൺ ഹീപ്ഡ് ആയിട്ട് ഹണി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ പാപ്രിക്ക പൗഡറൊക്കെ ചേർക്കാം. ഇതിലേക്ക് 1 നുള്ള് പാപ്രിക്ക പൗഡർ കൂടെ ചേർക്കാം. ഏകദേശം ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവോ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് എക്സ്ട്രാ വേണം തോന്നുവാണെങ്കിൽ അവരുടെ ഫാമിലിക്കുടെ പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സോസും നമ്മൾ ഉപയോഗിക്കുന്ന മയണൈസും ഒക്കെ വെച്ചിട്ട് ഉപ്പിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. സാധാരണ നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യം വരത്തില്ല. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം. എനിക്കൊരു ശകലം കുറവ് തോന്നിയുകൊണ്ട് ഞാനൊരു നുള്ള് ചേർക്കുകയാണ് ഉപ്പ്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന മയണൈസിൻ്റെയും സോസിൻ്റെയൊക്കെ ഇതനുസരിച്ചിട്ട് ഫ്ലേവർ അനുസരിച്ചിട്ട് ഇച്ചിരി ഉപ്പിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി മാറും. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യുന്ന വരെ ആ സമയം വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ പ്രോൺസ് കോട്ട് ചെയ്യാനായിട്ട് ഒരു മിക്സ്ചർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദ, ഇതേപോലെ തന്നെ 1/2 കപ്പ് തന്നെ കോൺഫ്ലവർ എടുത്ത് വെച്ചേക്കുന്നതാണ്, അതുകൂടി ഇടാം. ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്,
കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ, വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു 1/2 ടീസ്പൂൺ. കൂടാതെ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം, 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് എടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഓരോ പ്രോണും എടുത്ത് ഇതേപോലെ ഈ ഫ്ലവർ മിക്സ്ചറിലേക്ക് ഇടുക. ഇതേപോലെ നന്നായിട്ട് കൂട്ടി ചെയ്യുക. കൂട്ടിയ ശേഷം പ്ലേറ്റിലേക്ക് വെക്കുക. ഇതേപോലെ ബാക്കിയുള്ള പ്രോൺസും ഈ മാവിൽ കൂട്ടി ചെയ്ത ശേഷം പ്ലേറ്റിലേക്ക് വെക്കാം. നമ്മൾ എല്ലാ പ്രോൺസും ഇതേപോലെ ഒരു കോട്ടിങ് കൊടുത്തു. ഇനിയും കുറച്ച് മാരിനേറ്റ് ബാക്കിയുണ്ട്, കുറച്ച് ഈ മിക്സ്ചറും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ടിങ് കൊടുക്കുകയാണ്. വീണ്ടും പ്രോൺസ് എല്ലാം ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതേപോലെ ഫ്ലവറിലേക്ക് ഇടുക. എന്നിട്ട് കോട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ വെക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ പ്രോൺസും ഇതേപോലെ ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ കോട്ടിങ് നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കൊരു കോട്ടിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് മാരിനേറ്റ് ഒട്ടും വേസ്റ്റ് ആവാതെ അതിൻ്റെ ഫ്ലേവർ കളയാണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോൺസ് എല്ലാം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഡീപ്പ് ഫ്രൈങ് ആണല്ലോ, അപ്പം കുറച്ച് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടാകുമ്പോൾ ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള പ്രോൺസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. ആ ക്രം കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എപ്പോഴും ഈ സോസിൽ കോട്ട് ചെയ്ത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് അതിൻ്റെ സോഫ്റ്റ് ക്രിസ്പ് ടെക്സ്ചർ അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി മാത്രം വേണം സോസിൽ മിക്സ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട്. ഓക്കെ, നന്നായിട്ട് കോട്ട് ചെയ്യുക. ഈ സോസ് പ്രോൺസ് നന്നായിട്ട് കോട്ടഡ് ആണ്, അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പ്രോൺസിൽ നമ്മൾ നന്നായിട്ട് ഡൈനമൈറ്റ് സോസ് കോട്ട് ചെയ്തു. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് എടുക്കാം. ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ മാർട്ടിനി ഗ്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ഇടാം. അതിനകത്തേക്ക് പ്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാം.
നമ്മുടെ പ്രോൺ ഡൈനമൈറ്റ് നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു ഡിന്നറൊക്കെ നടത്തുമ്പം സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.